കപ്പലിലെ കൊടുംവിഷ വസ്തുക്കൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് BK സുഹൈലിന്റെ റിപ്പോർട്ട്. ക്ലാസ് 6 എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ വിഷാംശങ്ങൾ അടങ്ങിയ വസ്തുക്കളുടേതാണ്. അതിൽ വരുന്ന കീടനാശിനികൾ അടക്കമുള്ള വസ്തുക്കളാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഒന്ന് നോക്കാം, ബൈപ്രഡിലിയമാണ്. ഈ വസ്തു 1 മില്ലിഗ്രാം നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നാൽ ഉടനെ മരണത്തിന് കാരണമാകുന്ന അത്രയും കൊടിയ വിഷമാണ് ബൈപ്രഡിലിയം എന്ന് പറയുന്നത്. ശ്വാസകോശത്തെയാണ് ഇത് തകർക്കുന്നത്. ഇത് ഉള്ളിലെത്തുന്നതോടുകൂടി ശ്വാസകോശം തകരും. പറയുന്നത് 2 മണിക്കൂറിനുള്ളിൽ വിദഗ്ധമായ ചികിത്സ കിട്ടിയിട്ടില്ല എങ്കിൽ മരണം ഉറപ്പാണ് എന്നുള്ളതാണ്. ആദ്യത്തെ 2 മണിക്കൂറുകൾ അതിനിർണായകമാണ്. ഈ വിഷം ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, ശ്വാസകോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ പ്രതിരോധിക്കാനുള്ളൊരു സമയം എന്ന് പറയുന്നത് മാക്സിമം 2 മണിക്കൂറാണ്. അതിനുള്ളിൽ വിദഗ്ധമായ ചികിത്സ കിട്ടിയിട്ടില്ലെങ്കിൽ മരണം ഉറപ്പ് എന്നുള്ളതാണ് ഈ ഒരു വിഷത്തിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ മനുഷ്യർക്ക് മാത്രമല്ല, മണ്ണിലും ജലത്തിലും സ്ഥിരമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പരിസ്ഥിതിക്കും ഏറെ ദോഷകരമായ ഒരു വസ്തു കൂടിയാണ് ഈ വിഷാംശം. അതേപോലെ പ്രത്യേകിച്ചും കടലിലാണ് ഇത് കലരുന്നത് എങ്കിൽ മത്സ്യങ്ങൾക്കും മറ്റു ജലജീവികൾക്കും കൊടും വിഷമായി ഉള്ളത് മനുഷ്യരെങ്ങനെയാണോ ബാധിക്കുന്നത്, അതേപോലെ തന്നെ ഈ മത്സ്യങ്ങളും മറ്റു ജലജീവികളും ചത്തൊടുങ്ങാനുള്ള വലിയ സാധ്യതയുള്ള കൊടും വിഷമാണിത്. അതേപോലെ തന്നെ ഇത് ഈ കടലിൽ ഇപ്പോഴത്തെ ഈ കപ്പൽ ഇത് 1,83,200 ലിറ്റർ ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഈ വിഷമുണ്ട് എന്നുള്ളതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം. എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, കൃഷിസ്ഥലത്തടക്കം പുല്ല് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീടനാശിനിയാണ് ഇത്. അതാണ് ഇപ്പോൾ കടലിലാകെ പരക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുള്ള രാസവസ്തു കൂടിയാണ് ഈ ബൈപ്രഡിലിയം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ നിരോധിക്കാത്ത ഒരു രാജ്യത്തേക്കായിരിക്കാം ഇത് കടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവുക. രണ്ടാമത്തെ ഒരു വസ്തു ഈഥൈൽ ക്ലോറോഫോർമേറ്റ് എന്നുള്ളതാണ്. ശ്വസിച്ചാൽ അപ്പോൾ തന്നെ ശ്വാസകോശം തകരുന്ന അത്രയും ഭീതിതമായിട്ടുള്ള ഒരു രാസവസ്തുവാണ് ഈഥൈൽ ക്ലോറോഫോർമേറ്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായും PPE ധരിച്ച് മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. രാസവസ്തുക്കളുടെ നിർമ്മാണ പ്രക്രിയയിലടക്കമാണ് ഇത് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് പൂർണ്ണമായും PPE കിറ്റ് ധരിച്ച് ഒരു വസ്തു പോലും ശരീരത്തിൽ ഏൽക്കില്ല എന്ന് ഉറപ്പാക്കി മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതാണ് ഇപ്പോൾ കടലിൽ ആകെ ഒഴുകി നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് നോക്കാം, നമുക്ക് തീപിടിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു വസ്തു കൂടിയാണ് ഈഥൈൽ ക്ലോറോഫോർമേറ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇതടക്കമുള്ള വസ്തുക്കളിൽ നിന്നായിരിക്കാം, കണ്ടെയ്നറുകളായിരിക്കാം കത്തിയിട്ടുണ്ടാകുക അല്ലെങ്കിൽ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടാവുക. ഇതിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ആ കപ്പലിലുള്ളത് എങ്കിൽ പല കണ്ടെയ്നറുകളും പുറത്തേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് 27,786 കിലോയാണ് ഉള്ളത് ഈ കപ്പലിൽ. അതേപോലെ തന്നെ ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, കീടനാശിനിയായും വളങ്ങളുടെ ഉപയോഗത്തിനു വേണ്ടി ഇതിൻ്റെ രണ്ടിൻ്റെയും നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഈഥൈൽ ക്ലോറോഫോർമേറ്റ് ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്ന് ക്ലോറോ അനിലിൻ എന്ന് പറയുന്നതാണ്. ശ്വാസകോശം, അതേപോലെ തന്നെ കരൾ, വൃക്ക, ഈ 3 അവയവത്തെയും ഏറ്റവും കൂടുതൽ ഭീകരമായി ബാധിക്കുന്ന ഒരു വസ്തുവാണ് ക്ലോറോ അനിലിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ വസ്തു ക്യാൻസറിന് സാധ്യതയുണ്ട് എന്ന് വിവിധ പഠനങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ഒരു വിഷ അംശം കൂടിയാണ്, അല്ലെങ്കിൽ വിഷ വസ്തു തന്നെയാണ് ക്ലോറോ അനിലിൻ എന്ന് പറയുന്നത്. ഇതും നമ്മുടെ കടലിൽ ഇപ്പോൾ കലർന്നിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. മറ്റൊന്ന് ഡൈമീഥൈൽ സൾഫേറ്റ് എന്ന് പറയുന്നതാണ്. കണ്ണ്, ത്വക്ക്, ശ്വാസകോശം, ഈ 3 അവയവങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ടുള്ള വസ്തുവാണ്, രാസവസ്തുവാണ് ഈ ഡൈമീഥൈൽ സൾഫേറ്റ് എന്ന് പറയുന്നത്. ശരീരത്തിലേക്ക് അധികമായി എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മരണം സംഭവിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. ക്യാൻസറിന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്യാൻസറിന് കാരണമാകുന്നു എന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു രാസവസ്തു കൂടിയാണ് ഈ ഡൈമീഥൈൽ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇനി മനുഷ്യ ശരീരത്തിന് മാത്രമല്ല, പരിസ്ഥിതിക്ക് കൂടി ആഘാതമുണ്ടാക്കുന്ന വസ്തുക്കൾ കൂടി ഇതിലുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബെൻസോഫിനോൺ എന്ന് പറയുന്നതാണ്. ജലജീവികൾക്ക് കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷാംശമാണ് ബെൻസോഫിനോൺ എന്ന് പറയുന്നത്. മണ്ണിനെയും ബാധിക്കും. ഈ വസ്തുക്കൾ ഏതെങ്കിലും അർത്ഥത്തിൽ മണ്ണിലേക്ക് നേരിട്ട് കൂടുതലായി കലർന്നാൽ ആ മണ്ണിൻ്റെ എല്ലാ രാസഗുണങ്ങളും ഇല്ലാതെയാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ബെൻസോഫിനോൺ എന്ന് പറയുന്നത്. മറ്റു വസ്തുക്കളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ 40 കണ്ടെയ്നറുകളിൽ തീപിടിക്കാവുന്ന ദ്രാവകങ്ങൾ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീപിടിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഇത്രയും വിവരങ്ങളാണ് കേന്ദ്രം നൽകുന്ന. അതായത് ഷിപ്പിൽ എന്തൊക്കെയുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ, ഏതാണ്ട് 157ഓളം സാധനങ്ങൾ അത്ര മാരകമായിട്ടുള്ള വിഷാംശം ചേർന്നിട്ടില്ല, പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള വസ്തുക്കളാണ്. അത് വലിയ അപകടമുണ്ടാക്കും. അതാണ് ഇത്രയധികം തീ പടരാനൊക്കെയുള്ള കാരണം എന്നൊക്കെയാണ് ഉള്ള നിഗമനത്തിലാണ് അന്വേഷണവും സർക്കാരും ഒക്കെ ഉള്ളത്. അവർ നൽകിയിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള വിവരങ്ങളാണ് സുഹേൽ നൽകിയത്.